السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ജുമായിൽ പഞ്ചാബ് ഗവൺമെന്റ് ജമാഅത്തിന്റെ ചില ഗ്രന്ഥങ്ങൾക്കും മാസികകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയതായി ഞാൻ പറഞ്ഞിരുന്നു. അവ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. ഈ കാര്യം അവിടുത്തെ ചില പത്രങ്ങൾ വാർത്തയായും നൽകി. ഈ കാലഘട്ടത്തിൽ ഫോണിലൂടെ തന്നെ സിഡിഎക്സ് പോലെ തന്നെ മറ്റു സന്ദേശമയക്കാനുള്ള മാർഗങ്ങളിലൂടെ മിനിറ്റുകൾ കൊണ്ട് വാർത്തകൾ ലോകത്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദേശങ്ങൾ കണ്ട് ആളുകൾ എനിക്കും കത്തുകൾ അയക്കുന്നു, ഫാക്സുകളിലൂടെയും മറ്റും വ്യാകുലതകൾ പ്രകടിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ പുതിയതല്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അഹ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഹ്മദിയ ജമാഅത്ത് സ്ഥാപിതമായ ആരംഭകാലം മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മുമ്പൊരിക്കലും ജമാഅത്തിന് നഷ്ടം സംഭവിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹു തആല ഭാവിയിലും നഷ്ടമുണ്ടാകുന്നതല്ല. ഇവർക്ക് നഷ്ടമുണ്ടാക്കാനും സാധ്യമല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ ദൈവിക മിഷനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തടയാൻ സാധിക്കുന്ന ഒരു മകനെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല. ഈ നാമധാരികളായ പണ്ഡിതന്മാർക്കും ഇവരിലേക്ക് നോക്കുന്ന സർക്കാരുകൾക്കും അഹ്മദിയത്തിന്റെ പുരോഗതി കണ്ടുകൊണ്ട് അസൂയ പ്രകടിപ്പിക്കാൻ ഒരു കാരണം വേണമല്ലോ. ഈ അസൂയയിൽ അവർ ഇത്രമാത്രം അന്ധരാണ്, അവരുടെ ബുദ്ധിയിൽ മറവീണുപോയിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ജാഹിലീങ്ങളെക്കാൾ താഴ്ന്ന നിലയിൽ തങ്ങളുടെ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. അവർ ഒരിക്കലും ഈ കാര്യം അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ റസൂൽ തിരുമേനിയുടെ പ്രൗഢിയും മഹിതസ്ഥാനവും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം
എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. അഹ്മദിയ ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ ഇതെല്ലാം എത്ര മനോഹരമായ നിലയിലാണ് അവതരിപ്പിക്കുന്നത്. നീതി ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾ അറബികളിൽ നിന്നും മറ്റു സമൂഹങ്ങളിൽ നിന്നും ഇവർ യാഥാർത്ഥ്യം കാണുമ്പോൾ, ജമാഅത്തിന്റെ സാഹിത്യങ്ങളും ഗ്രന്ഥങ്ങളും കാണുമ്പോൾ അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. ഇസ്ലാമിന്റെ ധ്വജവാഹകരാണ് തങ്ങളെന്ന് മനസ്സിലാക്കുന്ന ഈ നാമധാരികളായ പണ്ഡിതന്മാർ എങ്ങനെയാണ് കളവിലൂടെയും വഞ്ചനയിലൂടെയും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്താഗതികളെയും അധ്യാപനങ്ങളെയും ലിഖിതങ്ങളെയും വക്രീകരിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെ പ്രൗഢിയും എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ, നമ്മുടെ MTA ലൈവ് പ്രോഗ്രാമിലും കത്തുകളിലൂടെയും ഇക്കാര്യം അവർ വളരെ അധികമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അഹ്മദികളായിട്ടില്ല എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഈ സ്ഥാനവും ഈ പ്രൗഢിയും ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പണ്ഡിതന്മാർ ഞങ്ങളെ ജഹാലത്തിന്റെ പർദ്ദക്കുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അഹ്മദിയത്തിനോടുള്ള ശത്രുത കാരണം അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും പേരിൽ കളങ്കത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഈ പണ്ഡിതന്മാരുടെ മതം തന്നെ ശത്രുതയും ഫസാദുമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവർ ഒരിക്കലും ശ്രമിക്കുകയില്ല. അതുകാരണം സാധാരണ മുസ്ലിങ്ങളിൽ എത്ര തന്നെ കുഴപ്പം ഉണ്ടായാലും ശരി, ഏതായിരുന്നാലും ഇതവരുടെ പ്രവർത്തനമാണ്. അതവർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കാരണം ഇവർക്ക് തങ്ങളുടെ ദീനിനേക്കാൾ സ്വാർത്ഥ താൽപര്യങ്ങളാണ് പ്രിയപ്പെട്ടത്. എന്നാൽ എല്ലായ്പ്പോഴും എന്ന പോലെ ഈ എതിരാളികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈമാനിൽ തിളക്കമുണ്ടാക്കുന്നതിനും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നതിനും വളമായി മാറേണ്ടതാണ്. അഥവാ നമുക്ക് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ കുറവായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. ഒരു പഞ്ചാബ് ഗവൺമെന്റിന്റെ വിലക്കുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ലോകത്തിലെ മുഴുവൻ ഗവൺമെന്റുകളുടെ വിലക്കുകൊണ്ടും ഈ പ്രവൃത്തി നിന്നുപോകുന്നതല്ല. കാരണം ഇത് മനുഷ്യശ്രമങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ജോലിയാണ്. അവനാണ് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിവിന്റെയും ദൈവീക ജ്ഞാനത്തിന്റെയും നിധികളോടുകൂടി അയച്ചിട്ടുള്ളത്, വിജയത്തിന്റെ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നാം എപ്പോഴും ഇതാണ് കണ്ടിട്ടുള്ളത്. വലിയ വലിയ തടസ്സങ്ങൾക്കും എതിർപ്പുകൾക്കും ശേഷം ജമാഅത്തിന്റെ പുരോഗതിയും കൂടുതലായി തെളിഞ്ഞു മുന്നിൽ വരുന്നു. തങ്ങളുടെ ഭാവനയിൽ നമുക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ കാൽവെപ്പുകൾ ഇതൊരു നിസ്സാരമായ തടസ്സമാണ്. നമ്മെ എത്രത്തോളം അടിച്ചമർത്തിയാലും അത്രത്തോളം അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല തുടർന്നും ഉന്നതി തന്നെയായിരിക്കും. അതുകൊണ്ട് അധികം വ്യാകുലതയുടെയും പ്രയാസത്തിന്റെയും ആവശ്യമില്ല. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ
ഇപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓഡിയോവിലും ചില ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ബാക്കി ഇൻഷാ അല്ലാഹു തആല വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധീകരണത്തിനുള്ള വിലക്ക് കാരണം നഷ്ടമുണ്ടാകുമോ എന്ന ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ദൈവീക ജ്ഞാനത്തിന്റെ നിധിശേഖരം അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ നമ്മുടെ മുമ്പിൽ അത് വരുന്നു. നമ്മുടെ ജോലി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ രചനകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും കൂടുതലായി പ്രയോജനമെടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. MTA-യിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളുടെ ദർസ് മുമ്പത്തേക്കാൾ കൂടുതൽ സമയം നൽകുന്നതായിരിക്കും. അങ്ങനെ പാകിസ്ഥാനിലെ ഒരു സംസ്ഥാനത്തിന്റെ നിയമം കാരണം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അഹമ്മദികൾക്ക് പ്രയോജനപ്രദമായി തീരും. ഓരോ തടസ്സവും എതിർപ്പും പ്രയോജനം എത്തിച്ചു തരുന്നു. പുതിയ മാർഗങ്ങളിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും ശ്രദ്ധയുണ്ടാകുന്നു. ഇത് മുഖേന ഇൻഷാ അല്ലാഹു തആല യഥാർത്ഥ ഭാഷയിൽ മാത്രമല്ല ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുക അല്ലെങ്കിൽ ദർസ് നടക്കുക, മറിച്ച് അനേകം സമൂഹങ്ങളുടെ പ്രാദേശിക ഭാഷകളിലും ഈ ഗ്രന്ഥങ്ങൾ ലഭിക്കും. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ, കാരണം ആളുകൾ എനിക്ക് എഴുതുന്നു അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്, അതിനെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക. നമ്മുടെ സാഹിത്യത്തിനെതിരിൽ ചെയ്തിരിക്കുന്ന ഈ നടപടി കൊണ്ട് ഏതായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് വളരെ തെളിഞ്ഞു വന്നിരിക്കുന്നു. മുമ്പും എല്ലായ്പ്പോഴും ഇത് വന്നിട്ടുണ്ട്. ഇവർ വാദം ഉന്നയിക്കുന്നു, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ വളരെയധികം മുൻകടന്നവരാണ്. ഇവർ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വലിയ ധ്വജവാഹകരാണ്. അതുകൊണ്ടാണ് ഇവർ നമ്മെ എതിർക്കുന്നത്. ഇവർ ഒരിക്കലും തന്നെ നീതിന്യായ ദൃഷ്ടിയോടുകൂടി ജമാഅത്തിന്റെ സാഹിത്യം ഒരിക്കലും വായിച്ചിട്ടില്ല, വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. പൊതുവിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ വാദത്തിന്റെ യാഥാർത്ഥ്യം, ഇവരുടെ യഥാർത്ഥ മുഖം ഇവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ വിചാരിച്ചത് ഇന്നും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ എതിരാളികളുടെ ചിന്താഗതി അനുസരിച്ച് അതിൽ നഊദു ബില്ലാഹ് ഇസ്ലാമിനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്ഥാനത്തിനും എതിരിൽ, പ്രഭാവത്തിനെതിരിൽ, അധ്യാപനങ്ങൾക്കെതിരിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിൽ വെറുപ്പും ഹൃദയവേദനയും ഉണ്ടാക്കുന്നതായ വിഷയങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതാനും ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതായിരിക്കും. മുഴുവൻ വിഷയങ്ങളും വളരെ വിശാലമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മഹത്വവും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അത്ഭുതം തോന്നും. റസൂൽ തിരുമേനിയോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ തന്റെ ചെവിയും കണ്ണും അടച്ചുവെക്കാൻ സാധിക്കുമോ? ഏതായിരുന്നാലും ഈ നാമധാരികളായ പണ്ഡിതന്മാരോട് നമുക്കൊരു കാര്യവുമില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ MTA മുഖേന കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കൂടുതൽ തുറക്കപ്പെടാൻ ഇത് കാരണമായി തീരും. അഹമ്മദികളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും കൂടുതൽ വെളിച്ചം ഉണ്ടാകുന്നതിന്, ഇതിന്റെ ശരിയായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടാകുന്നതിന് ഞാൻ ഏതാനും ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. ഒന്നാമതായി ദൈവസ്തുതിയെക്കുറിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സലാത്ത് ചൊല്ലുന്ന മനോഹരമായ രീതിയെക്കുറിച്ചും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് പറയുന്നു, എന്റെ ഇലാഹെ, നിനക്ക് 1000 നന്ദി. നീ നമുക്ക് നിന്നെ തിരിച്ചറിയുവാനുള്ള മാർഗം സ്വയം പറഞ്ഞു തന്നിരിക്കുന്നു. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച് ചിന്തയുടെയും ബുദ്ധിയുടെയും തെറ്റുകളിൽ നിന്നും പിശകുകളിൽ നിന്നും രക്ഷപ്പെടുത്തി. സലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ പ്രവാചകന്മാരുടെ
നേതാവായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ, അവിടുത്തെ കുടുംബത്തിലും സഹാബാക്കളിലും അങ്ങയിലൂടെ അള്ളാഹു ഒരു വഴിപിഴച്ച ലോകത്തെ നേർ മാർഗത്തിലാക്കി. പരിഷ്കർത്താവും പ്രയോജനദാതാവുമായിട്ടുള്ള അവിടുന്ന് വിസ്മരിച്ച സൃഷ്ടികളെ വീണ്ടും യഥാർത്ഥ മാർഗത്തിൽ കൊണ്ടുവന്നു. ആ ഉദാര്യവാൻ ഉപകാരി അവിടുന്ന് ജനങ്ങളെ ശിർക്കിൽ നിന്നും ബിംബങ്ങളുടെ പരീക്ഷണത്തിൽ നിന്നും മോചിപ്പിച്ചു. ആ പ്രകാശ ഉറവിടം അവിടുന്ന് തൗഹീദിന്റെ പ്രകാശത്തെ ലോകത്ത് വ്യാപിപ്പിച്ചു. ആ ഹക്കീം കാലഘട്ടത്തിന്റെ ചികിത്സകൻ അവിടുന്ന് വികലമായ ഹൃദയങ്ങളെ നേർമാർഗത്തിൽ കാലുറപ്പിച്ചു. ആ മഹോന്നതൻ കറാമത്തിന്റെ അടയാളം അവിടുന്ന് മൃതരായവർക്ക് ജീവജലം കുടിപ്പിച്ചു. ആ റഹീം കാരുണ്യവാൻ അവിടുന്ന് ഉമ്മത്തിനു വേണ്ടി ദുഃഖമനുഭവിച്ചു, വേദന സഹിച്ചു. ആ ധൈര്യവാൻ ഫയൽവാൻ നമ്മെ മരണത്തിന്റെ പടിക്കൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. ആ കാരുണ്യവാൻ നിസ്വാർത്ഥ മനുഷ്യൻ അവിടുന്ന് ദാസത്വത്തിൽ തലകുനിച്ചു, തന്റെ അസ്തിത്വത്തെ മണ്ണോട് ചേർത്തു. ആ പൂർണ്ണ ഏകദൈവവാദി ദൈവീക ജ്ഞാനത്തിന്റെ സമുദ്രം അങ്ങയെ കേവലം ദൈവീക പ്രഭാവം മാത്രം ആശ്ചര്യപ്പെടുത്തി, അന്യരെ തന്റെ കണ്ണിൽ നിന്ന് ഇല്ലാതാക്കി. കാരുണ്യവാനായ ദൈവത്തിന്റെ അശക്തിമത്തായ അത്ഭുതം ഒരു നിരക്ഷരനായി എല്ലാവരുടെ മേലും യഥാർത്ഥ ജ്ഞാനത്തിൽ അധീശത്വം സ്ഥാപിച്ചു. എല്ലാ സമൂഹത്തിന്റെയും തെറ്റുകളും പിശകുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ കുറ്റാരോപിതരാക്കി. പിന്നീട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉന്നത സ്വഭാവ ഗുണം ഒന്നുകിൽ അയാൾ ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നതിലൂടെ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ സമൃദ്ധിയിലും കഴിവിലും അയാൾക്ക് ലഭിക്കുന്ന ശക്തിയുടെ അവസരത്തിലും മനസ്സിലാകുന്നു. അത് ഏറ്റവും കൂടുതലായി അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും അവന്റെ പ്രത്യേകം സാമീപ്യം പ്രാപിച്ചവരിലുമാണ് പ്രകടമാകാറുള്ളത്. അതിലും ഏറ്റവും ഉയർന്ന നിലയിൽ ഈ ഉന്നത സ്ഥാനം, അതിന്റെ പ്രകടനം നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ കാണാൻ സാധിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവം പരീക്ഷണങ്ങളുടെ ദിനങ്ങളിലും വിജയത്തിന്റെ നാളുകളിലും എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും അസ്തിത്വം ജനങ്ങൾ എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളിലും അവരെ പിന്തുടരുന്നതിന് വേണ്ടിയാണ്. ഏതെല്ലാം കാര്യങ്ങളിലാണോ അള്ളാഹു അവർക്ക് സ്ഥിരചിത്തത നൽകിയിരിക്കുന്നത്, ആ സ്ഥിരചിത്തതയുടെ സ്ഥാനത്ത് എല്ലാ സത്യാന്വേഷികളും കാലുവെക്കുന്നതിനു വേണ്ടിയാണ്. അതായത് അതനുസരിച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനു വേണ്ടിയാണ്. ഈ കാര്യം അങ്ങേയറ്റം വ്യക്തമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉന്നത സ്വഭാവം ആ സമയത്താണ് ഒരു തെളിവായിത്തീരുന്നത്, എപ്പോഴാണോ അത് സമയത്ത് പ്രകടമാകുന്നത്. ഓരോ സ്വഭാവത്തിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് പ്രകടമായാൽ മനസ്സിലാകും അത് ശരിയാണ് എന്ന്. അപ്പോൾ ഹൃദയങ്ങളിൽ അതിന്റെ സ്വാധീനവും ഉണ്ടായിരിക്കും. ഉദാഹരണമായി മാപ്പ് നൽകൽ. ആ ഗുണം അങ്ങേയറ്റം അനുഗ്രഹീതവും പ്രശംസനീയവുമാണ്. ഒരാളിൽ പ്രതികാരം ചെയ്യാൻ കഴിവുള്ള അവസ്ഥയിൽ മാപ്പ് നൽകുന്നതാണ് പ്രശംസനീയം. സൂക്ഷ്മത വിശ്വാസയോഗ്യമായിട്ടുള്ളത് ശരീരേച്ഛയുടെ പൂർത്തീകരണത്തിനുള്ള കഴിവുണ്ടായിരിക്കെ സൂക്ഷ്മതയിൽ നിലനിൽക്കുന്നതാണ് യഥാർത്ഥ സൂക്ഷ്മത. ചുരുക്കത്തിൽ പ്രവാചകന്മാരുടെയും ഔലിയാക്കളെയും കുറിച്ചുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം ഇതായിരിക്കും. അവരുടെ എല്ലാവിധത്തിലുള്ള സ്വഭാവവും പ്രകടമാകണം, അതൊരു തെളിവായി നിലകൊള്ളണം. അതുകൊണ്ട് അള്ളാഹു ഈ ഉദ്ദേശ പൂർത്തീകരണത്തിനു വേണ്ടി അവരുടെ പ്രകാശപൂരിതമായ ആയുസ്സിനെ 2 ഭാഗങ്ങളിലായി വിഭജിക്കുന്നു. ഒരു ഭാഗം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഴിഞ്ഞു പോകുന്നു. 4 ഭാഗത്തു നിന്നും വേദനകൾ നൽകപ്പെടുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, അവരുടെ ഉന്നത സ്വഭാവ ഗുണം പ്രകടമാകുന്നതിനു വേണ്ടി. അതാകട്ടെ ശക്തമായ പ്രയാസങ്ങളിലല്ലാതെ ഒരിക്കലും പ്രകടമാവുകയും ചെയ്യുന്നതല്ല. അഥവാ അവരിൽ കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറങ്ങുന്നില്ല എങ്കിൽ ഇത് എങ്ങനെയാണ് സ്ഥാപിതമാവുക? അവർ ആപത്തുകൾ വരുന്നതുകൊണ്ട് തങ്ങളുടെ നാഥനോട് ആത്മാർത്ഥത ഇല്ലായ്മ കാണിക്കുന്നവരല്ല.
എന്ന് മാത്രമല്ല, മറിച്ച് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകുന്നവരാണ്. അഭിവന്ദ്യനായ അള്ളാഹുവിനെ നന്ദിയോടെ സ്മരിക്കുന്നവരാണ് അവർ. അവൻ എല്ലാവരെയും ഒഴിവാക്കി തന്റെ ദൃഷ്ടികൾ അവരിൽ സമർപ്പിച്ചിരിക്കുന്നു. അവരെ ഇതിനുള്ള യോഗ്യരാക്കി മനസ്സിലാക്കി, അതായത് അവന്റെ മാർഗത്തിൽ ബുദ്ധിമുട്ടേൽക്കാൻ. അതുകൊണ്ട് അള്ളാഹു അവരിൽ ബുദ്ധിമുട്ട് ഇറക്കുന്നു. അവരുടെ സഹനം, സത്യസന്ധമായ കാൽവെപ്പ്, അവരുടെ അഭീഷ്ടം, അവരുടെ സ്ഥിരചിത്തത, അവരുടെ ആത്മാർത്ഥത, അവരുടെ ധീരത ജനങ്ങളിൽ പ്രകടമാക്കിക്കൊണ്ട് സ്ഥിരചിത്തത അത്ഭുത ദൃഷ്ടാന്തത്തെക്കാൾ ഉത്തമമാണ് എന്നതിന്റെ സാക്ഷിയാക്കി മാറ്റുന്നു. കാരണം പരിപൂർണ സഹനം പരിപൂർണമായ ആപത്തുകളിലൂടെയല്ലാതെ സ്ഥാപിതമാവുകയില്ല. ഉന്നതമായിട്ടുള്ള സ്ഥിരചിത്തതയും സ്ഥൈര്യവും വലിയ ഭൂകമ്പങ്ങളിലൂടെയല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈ ബുദ്ധിമുട്ടുകളിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും ഔലിയാക്കൾക്കും ആത്മീയ അനുഗ്രഹമാണ്. ലോകത്ത് അവരുടെ ഉന്നത സ്വഭാവ ഗുണം അതിൽ അവർ ഉദാഹരണമില്ലാത്തവരായിരിക്കും. ഇത് മുഖേന പ്രകടമാകുന്നു. പരലോകത്ത് അവരുടെ സ്ഥാനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. അഥവാ അള്ളാഹു അവരിൽ ഈ ബുദ്ധിമുട്ടുകൾ ഇറക്കുന്നില്ല എങ്കിൽ ഈ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നതല്ല. പൊതുജനങ്ങളിൽ അവരുടെ ഉന്നത സ്ഥാനവും വേണ്ടവിധം പ്രകടമാവുകയും ചെയ്യുന്നതല്ല. മറ്റുള്ളവരെ പോലെ അവരും തുല്യരായി തീരുന്നു. അഥവാ അവർ അവരുടെ ഏതാനും ദിവസങ്ങളിലുള്ള ജീവിതം എത്ര തന്നെ സുഖത്തിലും വിശാലതയിലും കഴിച്ചുകൂട്ടിയാലും അവർ അവസാനം ഈ നശ്വര ഭവനത്തിൽ നിന്ന് കടന്നുപോകുന്നു. ഈ വിധത്തിൽ അവരുടെ സുഖവും ക്ഷേമവും ബാക്കിയാവുന്നതല്ല. പരലോകത്ത് ഉന്നത സ്ഥാനവും ബാക്കിയാകുന്നതല്ല. ലോകത്ത് അവരുടെ ധൈര്യവും സ്ഥൈര്യവും ആത്മാർത്ഥതയും ധീരതയും പ്രസിദ്ധമാവുകയില്ല. അത് മുഖേന അവർ സമാനതകളില്ലാത്തവരായി തീരാൻ, തുല്യതയില്ലാത്ത ഏകരായിത്തീരാൻ, രണ്ടാമനില്ലാത്ത ഒരേ ഒരു വ്യക്തിയായി തീരാൻ, മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സ്ഥാനത്തെത്തിച്ചേരാൻ, അത്രയ്ക്കും പൂർണമായ ധൈര്യശാലികളായി തീരാൻ. ആയിരക്കണക്കിന് സിംഹങ്ങൾ ഒരു അസ്തിത്വത്തിൽ, ആയിരക്കണക്കിന് പുലികൾ ഒരു ശരീരത്തിൽ എന്ന പോലെ അവരുടെ ശക്തിയും കഴിവും എല്ലാവരുടെയും ദൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായി തീരുകയും അവർ സാമീപ്യത്തിന്റെ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും പ്രകടമാകുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നു. രണ്ടാമത്തെ ആയുസിന്റെ ഭാഗം പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും വിജയമാണ്. സ്വീകാര്യതയിലും ധനത്തിലും ഉന്നത സ്ഥാനത്തായിരിക്കുകയും അവരുടെ ആ സ്വഭാവം പ്രകടമാകുന്നതിനു വേണ്ടി അതിന്റെ പ്രകടനത്തിനായി വിജയശ്രീലാളിതനാവേണ്ടതും സ്വീകാര്യനാവേണ്ടതും ധനവാനായി തീരേണ്ടതും അധികാരിയായി തീരേണ്ടതും ഭരണാധികാരിയായി തീരേണ്ടതും ശക്തനായി തീരേണ്ടതും നിർബന്ധമാണ്. കാരണം തനിക്ക് ദുഃഖമേൽപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കുക, തന്നെ ബുദ്ധിമുട്ടിച്ചവർക്ക് മാപ്പ് നൽകുക, തന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, തന്റെ പരാജയം ആഗ്രഹിച്ചവരുടെ നന്മ ആഗ്രഹിക്കുകയും നന്മയോടുകൂടി പെരുമാറുകയും ചെയ്യുക, ധനത്തിൽ ഹൃദയം അർപ്പിക്കാതിരിക്കുക, സമ്പത്തിൽ അഹങ്കരിക്കാതിരിക്കുക, സമ്പന്നതയിൽ പിശുക്ക് കാണിക്കാതിരിക്കുക, കാരുണ്യത്തിന്റെയും ദാനത്തിന്റെയും കവാടങ്ങൾ തുറക്കുക, സമ്പത്തിനെ ശരീരേച്ഛയുടെ പൂർത്തീകരണ ഉപാധിയാക്കി മാറ്റാതിരിക്കുക, ഭരണത്തെ അക്രമത്തിന്റെയും പീഡനത്തിന്റെയും ഉപകരണമാക്കാതിരിക്കുക, ഭരണം ലഭിച്ചാൽ അത് മുഖേന അക്രമവും പീഡനങ്ങളും ചെയ്യാതിരിക്കുക. ഈ എല്ലാ സ്വഭാവങ്ങളും അതിന്റെ പൂർത്തീകരണത്തിനായി ധനവാനും ശക്തനുമാകേണ്ടത് നിർബന്ധമാണ്. മനുഷ്യന് സമ്പത്തും ഭരണവും ഉണ്ടാകുമ്പോഴാണ് ഇതൊരു തെളിവായി തീരുന്നത്. കേവലം പ്രയാസത്തിന്റെയും ബലഹീനതയുടെയും കാലഘട്ടമായാലും സ്വീകാര്യതയുടെയും സമ്പന്നതയുടെയും കാലഘട്ടമായാലും ഈ രണ്ടു വിധത്തിലുള്ള സ്വഭാവവും പ്രകടമാകുന്നതല്ല. അതായത് അത്തരം സ്വഭാവങ്ങൾ ബലഹീനതയുടെ അവസ്ഥയിലും വിജയത്തിന്റെ അവസ്ഥയിലും പ്രകടമാകുന്നത് മനുഷ്യൻ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം അഭിമുഖീകരിക്കുകയും അതുപോലെ തന്നെ സമ്പന്നതയുടെയും ഭരണത്തിന്റെയും കാലഘട്ടം കാണുകയും ചെയ്യുമ്പോഴായിരിക്കും. പറയുന്നു, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്ത് വിചാരിച്ചു പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും ഈ രണ്ട് കാലഘട്ടവും അതാകട്ടെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അനുഗ്രഹീതരാക്കണം. എന്നാൽ ഈ രണ്ടവസ്ഥകളും കാലഘട്ടവും എല്ലാവർക്കും ഒരുപോലെയല്ല. രണ്ട് അവസ്ഥയും ഉണ്ടായിരിക്കും, എന്നാൽ ഒരേപോലെ ആയിരിക്കുകയില്ല. മറിച്ച്
ദൈവിക ഹിക്മത്ത് ചിലർക്കായി സമാധാനവും ക്ഷേമവും ആദ്യത്തെ ഭാഗത്തൊരുക്കുന്നു. ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം പിന്നീട് വരുന്നു. ചിലർക്ക് ആദ്യകാലത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നു, പിന്നീട് അവസാനം ദൈവിക സഹായം വന്നു ചേരുന്നു. ചിലരിൽ 2 കാലവും മറഞ്ഞിരിക്കുന്നു. ചിലരിൽ പൂർണ്ണമായ നിലയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു, അങ്ങേയറ്റത്തെ നിലയിൽ പ്രകടമാകുന്നു. പറയുന്നു, ഈ കാര്യത്തിൽ ഏറ്റവും ഒന്നാമത്തേതായ കാൽവെപ്പ് ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പരിപൂർണമായ നിലയിൽ ഈ 2 അവസ്ഥകളും വന്നു ചേർന്നു. അതായത് പ്രയാസാവസ്ഥയും ഉണ്ടായി, വിജയാവസ്ഥയും സഹായാവസ്ഥയും ഉണ്ടായി. ഈ ക്രമത്തിൽ വന്നു ചേർന്നു. അത് മുഖേന എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതായി തീർന്നു. അങ്ങനെ ഇന്നക ലഅലാ ഖുൽഖിൻ അലീം എന്ന തെളിവായി മാറി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 അവസ്ഥകളും പരിപൂർണമായ നിലയിൽ സ്ഥാപിതമാകുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരുടെയും സ്വഭാവ ഗുണങ്ങളാണ് സ്ഥാപിതമാക്കുന്നത്. അവിടുത്തെ ഉന്നത സ്വഭാവം പൂർണ്ണതയിലെത്തുന്നത് അവിടുത്തേത് മാത്രമല്ല, മറിച്ച് അത് മുഴുവൻ പ്രവാചകന്മാരുടെയും സ്വഭാവത്തെയാണ് സ്ഥാപിക്കുന്നത്. അതെങ്ങനെയാണ് പറയുന്നു? കാരണം അവിടുന്ന് അവരുടെ നുബുവത്തിനെയും ഗ്രന്ഥങ്ങളെയും സാക്ഷ്യപ്പെടുത്തി. അവർ അള്ളാഹുവിന്റെ സമീപസ്ഥരായിരുന്നു എന്ന കാര്യം വ്യക്തമാക്കി. ഈ ഗവേഷണത്തിലൂടെ ഈ ആരോപണവും ഇല്ലാതായിത്തീർന്നു. അതായത് മസീഹിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിലുണ്ടാകുന്നത്. അതായത് മുകളിൽ പ്രതിപാദിച്ച ഈ 2 സ്വഭാവാവസ്ഥയും മസീഹിൽ അതിന്റെ പരിപൂർണതയിൽ കാണാൻ സാധ്യമല്ല എന്നല്ല, ഒരുവിധത്തിൽ പൂർണ്ണമായും സ്ഥാപിതമല്ല. കാരണം മസീഹ് ബുദ്ധിമുട്ടിൽ കഴിച്ചുകൂട്ടിയ കാലം ഈ സഹനത്തിന്റെ പരിപൂർണത സത്യസാക്ഷ്യത്തിനുള്ള തെളിവാകുന്നത് മസീഹ് തന്നെ ബുദ്ധിമുട്ടിച്ചവരുടെ മേൽ വിജയവും ഭരണവും നേടി. അദ്ദേഹം ബുദ്ധിമുട്ടിച്ചവരുടെ പാപം ഹൃദയശുദ്ധിയോടുകൂടി മാപ്പാക്കി നൽകുമ്പോൾ, ഏതുപോലെ ഹസ്രത്ത് ഖാത്തമുൽ അംബിയ മക്കക്കാർക്കും മറ്റുള്ളവർക്കും പൂർണ്ണമായും വിജയം വരിച്ച് അവരെ തന്റെ വാളിനു കീഴിൽ കണ്ടുകൊണ്ട് അവരുടെ പാപം പുറത്തുകൊടുത്തു. ഏതാനും പേർക്ക് മാത്രം ശിക്ഷ നൽകി. അവർക്ക് ശിക്ഷ നൽകാൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വ്യക്തമായ കൽപ്പന നൽകപ്പെട്ടിരുന്നു. ആ സ്ഥായിയായ നിർഭാഗ്യവാന്മാരൊഴികെ മറ്റുള്ള എല്ലാവരുടെയും പാപം പുറത്തുകൊടുത്തു. വിജയം വരിച്ച് എല്ലാവർക്കും ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്തു. ഈ മാപ്പും പുറത്തുകൊടുക്കലും കാരണം അത് എതിരാളികളുടെ ദൃഷ്ടിയിൽ അസാധാരണമായ ഒരു കാര്യമായിരുന്നു. എതിരാളികൾക്ക് അവരുടെ തിന്മ കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് തോന്നിയിരുന്നു. അവർ അവരുടെ കുഴപ്പങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിരുന്നു, ഇനി ഞങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഞങ്ങളെ വധിക്കുക എന്നതാണ്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകി. പറയുന്നു, ആയിരക്കണക്കിന് മനുഷ്യർ ഒറ്റയടിക്ക് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീർഘകാലം അവരുടെ ക്രൂരമായ പീഡനങ്ങളിൽ കാണിച്ച യഥാർത്ഥ സഹനം സൂര്യനെ പോലെ അവർക്ക് പ്രകാശിതമായി വ്യക്തമായി കാണുന്ന സഹനമായി തീർന്നു. കാരണം പ്രകൃതിപരമായി ഇത് മനുഷ്യന്റെ ശീലത്തിലുള്ള കാര്യമാണ്. ആരാണോ ബുദ്ധിമുട്ടിന്റെ കാലത്തിനു ശേഷം ബുദ്ധിമുട്ടിച്ചവരുടെ മേൽ പ്രതികാര ശക്തി ആർജിച്ചതിനു ശേഷം അവരുടെ തിന്മ പുറത്തു കൊടുക്കുന്നത്, അയാളുടെ സഹനത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും വർദ്ധിക്കുന്നു, പൂർണ്ണമായ നിലയിൽ വ്യക്തമാകുന്നു. അതായത് ഒരു നീണ്ട കാലഘട്ടം അങ്ങയെ ബുദ്ധിമുട്ടിച്ചു. ആർക്കാണോ ബുദ്ധിമുട്ടേൽപ്പിക്കുന്നത് അയാൾക്ക് പ്രതിക്രിയ ചെയ്യാൻ ശക്തി ലഭിക്കുമ്പോൾ, കഴിവുണ്ടാകുമ്പോൾ, അപ്പോൾ അയാൾ തെറ്റുകൾ പുറത്തു കൊടുക്കുമ്പോഴായിരിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള സഹനം. ഈ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. പറഞ്ഞു, ഇത് കാരണം മസീഹിന്റെ അധ്യാപനങ്ങൾ സഹനത്തിന്റെയും ക്ഷമയുടെയും കുറിച്ചുള്ളത് വ്യക്തമായ നിലയിൽ സ്ഥാപിതമല്ല. മസീഹിന്റെ ക്ഷമയും സഹനവും അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതായിരുന്നോ അതോ അല്ലേ? മസീഹ് ഭരണത്തിന്റെയും ശക്തിയുടെയും കാലം പ്രാപിച്ചില്ല. അദ്ദേഹം തന്നെ ബുദ്ധിമുട്ടിച്ചവർക്ക് മാപ്പു നൽകുമോ അതോ പ്രതികാരം ചെയ്യുമോ എന്നറിയാൻ വേണ്ടി.
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഭാവത്തിന് അത് നൂറുകണക്കിന് അവസരങ്ങളിൽ അത് നല്ലവണ്ണം വ്യക്തമായി, പരീക്ഷിക്കപ്പെട്ടു. അതിന്റെ സത്യത സൂര്യനെ പോലെ തെളിച്ചമുള്ളതായി. ഉന്നത സ്വഭാവം, കരുണ, ദാനശീലത, സഹാനുഭൂതി, ധൈര്യം, പരിത്യാഗം, മിതവ്യയം, ഭൗതികതയോടുള്ള താൽപര്യമില്ലായ്മ, അതെല്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ അങ്ങേയറ്റം തെളിച്ചമുള്ളതും പ്രകാശപൂരിതമായി തീർന്നു. മസീഹ് എന്നല്ല, ലോകത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഒരു നബിയുടെ സ്വഭാവവും ഇത്രമാത്രം വ്യക്തമായ നിലയിൽ പുലർന്നിട്ടില്ല. അത്തരം ഒരു നബി കടന്നുപോയിട്ടില്ല. കാരണം അള്ളാഹു അനേകം നിധികളുടെ കവാടം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തുറന്നു നൽകി. അതുകൊണ്ട് അവിടുന്ന് അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു. തന്റെ ശരീരച്ചയ്ക്ക് വേണ്ടി ഒരു തരി പോലും ചിലവഴിച്ചില്ല. തന്റെ സുഖത്തിനു വേണ്ടി ഒരു അണ പോലും ചിലവഴിച്ചില്ല. ഒരു കെട്ടിടവും ഉണ്ടാക്കിയില്ല. ഒരു സദസ്സും രൂപീകരിച്ചില്ല. മറിച്ചൊരു ചെറിയ മൺവീട്ടിൽ അതിന് ദരിദ്രരുടെ വീടുകളേക്കാൾ ഒരു പ്രൗഢിയും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ജീവിതവും കഴിച്ചുകൂട്ടി തിന്മ ചെയ്തവരോട് നന്മ ചെയ്ത് കാണിച്ചു. ഹൃദയം വേദനിച്ചവർക്ക്, അവർക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ തന്റെ ധനം കൊണ്ട് സന്തോഷം എത്തിച്ചു കൊടുത്തു. കിടക്കാൻ മണ്ണിൽ ചെറിയ ഒരു കിടക്ക, താമസിക്കാൻ ചെറിയ ഒരു കുടിൽ, ഭക്ഷിക്കാൻ റൊട്ടി അല്ലെങ്കിൽ പട്ടിണി കിടന്നു. ഭൗതിക സമ്പത്ത് വളരെയധികം അങ്ങേക്ക് നൽകപ്പെട്ടു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശുദ്ധ കരങ്ങളെ ഭൗതികത കൊണ്ട് അല്പം പോലും മലീമസമാക്കിയില്ല. എപ്പോഴും ദരിദ്രതയ്ക്ക് സമ്പന്നതയുടെ മേൽ പ്രാധാന്യം നൽകി. ജനിച്ച നാൾ മുതൽ തന്റെ പ്രിയതമനുമായി കണ്ടുമുട്ടിയതുവരെ, അതായത് തുടക്കം മുതൽ മരണം വരെ, തന്റെ ബഹുവന്യനായ യജമാനനെ ഒഴികെ മറ്റൊന്നിനും ഒരു സ്ഥാനവും നൽകിയില്ല. ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുമ്പിൽ യുദ്ധാവസരത്തിൽ അവിടെ വധിക്കപ്പെടാനുള്ള സാധ്യത ഉറപ്പായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്നു കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രം നിന്നുകൊണ്ട് തന്റെ ധൈര്യവും ആത്മാർത്ഥതയും സ്ഥിരചിത്തതയും കാണിച്ചു. ചുരുക്കത്തിൽ കരുണ, ദാനശീലം, പരിത്യാഗം, മിതവ്യയം, ധൈര്യം, ദൈവസ്നേഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഉന്നത സ്വഭാവ ഗുണങ്ങളാണോ ഉള്ളത്, അതെല്ലാം ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇപ്രകാരം പ്രകടമാക്കി. അതിന്റെ ഉദാഹരണം മുമ്പ് ലോകത്ത് പ്രകടമായിട്ടില്ല, ഇനി പ്രകടമാകുന്നതുമല്ല. അവിടുന്ന് പറയുന്നു, അള്ളാഹു ആ വിശുദ്ധ അസ്തിത്വത്തിൽ ഇവ മനസ്സിലാക്കി വഹിയും റിസാലത്തും അവസാനിപ്പിച്ചു. എല്ലാ പൂർണ്ണതകളും ഈ അസ്തിത്വത്തിൽ അവസാനിപ്പിച്ചു. വഹാദാ ഫദ്ലുല്ലാഹി യുതി മൻ യശാ. പിന്നീട് ഒരു ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് പ്രകാശവും നൂറും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ചോദ്യം ഇതായിരുന്നു, മസീഹ് തന്നെ കുറിച്ച് ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്: ക്ഷീണിച്ചവശരായ നിങ്ങൾ എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം. ഞാൻ പ്രകാശമാണ്, മാർഗമാണ്, ഞാൻ ജീവിതവും നന്മയുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇസ്ലാം മത സ്ഥാപകരും തന്നെ കുറിച്ച് ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആൻ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അഥവാ നീ അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ വരൂ, എന്നെ പിന്തുടരൂ. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതിനു വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതിനു വേണ്ടി. എന്നെ പിന്തുടരുന്നതിലൂടെ മനുഷ്യൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിത്തീരുന്നു എന്നുള്ള വാഗ്ദാനമാണുള്ളത്. മസീഹിന്റെ വാക്കുകളിൽ അതീശത്വം നേടുന്നതാണ്. കാരണം മനുഷ്യൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി തീരുക എന്നതിൽ ഉപരിയായ ഒരു സ്ഥാനവും ഇല്ല. ഏതൊരാളുടെ മാർഗത്തിലൂടെ ചരിക്കുന്നത് മനുഷ്യനെ ദൈവസ്നേഹത്തിന് പാത്രമാക്കുന്നുവോ അയാളെക്കാൾ മറ്റാർക്കാണ് തന്നെക്കുറിച്ച് പ്രകാശം എന്ന് പറയാൻ അവകാശം? അതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നൂറ് എന്ന് വെച്ചിരിക്കുന്നു. ഇതുപോലെ പറയുന്നു, ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, അതായത് നിങ്ങളുടെ അടുത്ത് അള്ളാഹുവിന്റെ പ്രകാശം വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാക്കി തീർക്കുന്നു എന്ന കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹു ആരെയെങ്കിലും സ്നേഹിക്കുക എന്നത് നിബന്ധനയാക്കി വച്ചിരിക്കുന്നു. അയാൾ
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണം. അതായത് നിബന്ധന വെച്ചിരിക്കുന്നത് റസൂൽ തിരുമേനിയെ പിന്തുടർന്നാൽ എന്റെ സ്നേഹം ലഭിക്കും. പറയുന്നു, ഇത് എന്റെ വ്യക്തിപരമായ അനുഭവമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യഹൃദയത്തോടുകൂടി പിന്തുടരുക, അങ്ങയെ സ്നേഹിക്കുക എന്നത് അവസാനം മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാക്കി തീർക്കുന്നു. ഇത് മുഖേന അയാളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ തീവ്രത ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം വ്യക്തി എല്ലാ വസ്തുക്കളിലും ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് കുനിയുന്നു. അയാളുടെ സ്നേഹവും താല്പര്യവും അള്ളാഹുവിൽ മാത്രമായി തീരുന്നു. അപ്പോൾ ദൈവീക സ്നേഹത്തിന്റെ ഒരു പ്രത്യേക പ്രകടനം അയാളിൽ ഉണ്ടാകുന്നു. അപ്പോൾ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒരു വർണ്ണം അയാൾക്ക് നൽകുന്നു. അയാളെ ശക്തിമത്തായ ആവേശത്തോടെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അപ്പോൾ ശരീരേച്ഛയിൽ അയാൾ വിജയം വരിക്കുന്നു. അയാളുടെ സഹായത്തിനായി എല്ലാവിധത്തിലും അള്ളാഹുവിന്റെ അസാധാരണമായ പ്രവർത്തനങ്ങൾ അടയാളങ്ങളുടെ രൂപത്തിൽ പ്രകടമാകുന്നു. പിന്നീട് ഏറ്റവും പരിപൂർണനായ മനുഷ്യനും പരിപൂർണനായ പ്രവാചകനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, ആ മനുഷ്യൻ തന്റെ അസ്തിത്വം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും തന്റെ കർമ്മങ്ങൾ കൊണ്ടും തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തന്റെ ആത്മീയവും വിശുദ്ധവുമായ ശക്തികളുടെ ശക്തിമത്തായ നദി കൊണ്ടും പരിപൂർണതയുടെ മാതൃക വൈജ്ഞാനികവും കർമ്മപരവും സത്യസന്ധാപരവും സ്ഥിരചിത്തതയോടും കാണിച്ചു തരികയും പരിപൂർണതയിൽ പരിപൂർണ മനുഷ്യൻ എന്ന് പറയപ്പെടുകയും ചെയ്തുവോ, ആ മനുഷ്യൻ ഏറ്റവും സമ്പൂർണൻ പരിപൂർണ മനുഷ്യനായി പരിപൂർണ പ്രവാചകനായിരുന്നു. പരിപൂർണ അനുഗ്രഹങ്ങളുമായി വന്നു. അത് മുഖേന ആത്മീയ ഉയർത്തെഴുന്നേൽപ്പും ഒരുമിച്ചുകൂട്ടലിലൂടെയും ലോകത്തിലെ ആദ്യത്തെ ഖിയാമത്ത് പ്രകടമായി. മൃതരായ ഒരു ലോകം അദ്ദേഹത്തിന്റെ വരവിനാൽ ജീവനുള്ളവരായി തീർന്നു. ആ അനുഗ്രഹീത പ്രവാചകൻ ഹസ്രത്ത് ഖാത്തമുൽ അംബിയ, ഇമാമുൽ അസ്ഫിയ, ഖാത്തമുൽ മുർസലീൻ, ഫഖറുൽ നബിയീൻ ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അല്ലയോ പ്രിയപ്പെട്ട അല്ലാഹുവേ, ആ നബിയിൽ കാരുണ്യവും സലാത്തും വർഷിക്കുക. ലോകാരംഭം മുതൽ നീ ആരിലും വർഷിച്ചിട്ടില്ലാത്ത വിധം ആ മഹാനായ നബി ലോകത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് വന്ന മറ്റു ചെറിയ ചെറിയ പ്രവാചകന്മാർ ഏതുപോലെ യൂനുസ്, അയ്യൂബ്, മസീഹിബിനു മറിയം, മാലാക്കി, യഹിയ, സക്കരിയ മുതലായവർ ഇവരുടെ സത്യസാക്ഷ്യത്തിന് തങ്ങളുടെ പക്കൽ ഒരു തെളിവും ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവരും ദൈവസാമീപ്യം സിദ്ധിച്ചവരും വിശുദ്ധരും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരും ആയിരുന്നിട്ടുകൂടി ഇവരും ലോകത്ത് സത്യവാൻമാരായി മനസ്സിലാക്കപ്പെട്ടു എന്നത് ഈ പ്രവാചകന്റെ ഔദാര്യമാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി വആലിഹി വസഹാബിഹി അജ്മഈൻ. പിന്നീട് റസൂൽ തിരുമേനിയുടെ ചില ഔദാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു, അവൻ നമുക്ക് അത്തരത്തിലുള്ള ഒരു റസൂലിനെ അയച്ചു തന്നു. അദ്ദേഹം ബഹുവന്യനാണ്, എല്ലാ നല്ല കാര്യങ്ങളിലും പരിപൂർണനാണ്, ശ്രേഷ്ഠതയുടെ എല്ലാ തലങ്ങളിലേക്കും എല്ലാ നിലയിലും എല്ലാവരെയും കൊണ്ടുപോകുന്നവനാണ്, എല്ലാ റസൂൽമാരുടെയും നബിമാരുടെയും ഖാത്തമാണ്. ഉമ്മുൽ ഖുറായിൽ വന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നബി യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. കാരണം അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം സിദ്ധിച്ചവരുടെ നാവുകൾ എപ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇതുകൊണ്ടും പുകഴ്ത്താൻ അർഹനാണ്. കാരണം അദ്ദേഹം ഉമ്മത്തിനു വേണ്ടി അങ്ങേയറ്റം പീഡനവും ബുദ്ധിമുട്ടും സ്വീകരിച്ചു. ദീനിന്റെ കെട്ടിടത്തെ ഉയർത്തി അദ്ദേഹം നമുക്ക് പ്രകാശപൂരിതമായ വെട്ടിത്തിളങ്ങുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം തന്റെ ബഹുവന്യനായ റബ്ബുൽ ആലമീന്റെ സന്ദേശം എത്തിക്കുന്നതിൽ നമുക്ക് വേണ്ടി വിവിധങ്ങളായ മർദ്ദനങ്ങൾക്കിരയായി തീർന്നു. പൂർവ്വഗ്രന്ഥങ്ങളിൽ അപൂർണവും ന്യൂനതയുള്ളതുമെല്ലാം അവിടുന്ന് പൂർണ്ണമാക്കി നമ്മെ കുറവിൽ നിന്നും കൂടുതൽ നിന്നും മറ്റു ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായ ശരീഅത്ത് നൽകി സ്വഭാവ ഗുണത്തെ പരമോന്നതയിലെത്തിച്ചു. അപൂർണമായിരുന്നതിനെ എല്ലാം പൂർത്തിയാക്കി മുഴുവൻ ലോകത്തെയും തന്റെ ഔദാര്യത്തിന് പാത്രമാക്കി തീർത്തു. ഉന്നതമായ വിശാലമായ വിവരണങ്ങൾ കൊണ്ടും പ്രകാശപൂരിതമായ വഹികൾ കൊണ്ടും നേർമാർഗം കാണിച്ചു തന്നു. സൃഷ്ടികളെ മാർഗഭ്രംശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്റെ മാതൃകയിലൂടെ അടുപ്പമുള്ളവരാക്കി തീർത്തു. മൃഗങ്ങളെയും നാൽക്കാലികളെയും സംസാരിക്കുന്നവരാക്കി തീർത്തു. അഥവാ മൃഗങ്ങളെപ്പോലുള്ള ആളുകളെ വിവരമില്ലാത്ത അജ്ഞരായവരെ അവർക്കും നാവ് നൽകി അവരുടെ നാവും സംസ്കാരമുള്ളതാക്കി തീർത്തു. അവരുടെ സ്വഭാവത്തെ ഉയർത്തി അവരിൽ നേർമാർഗത്തിന്റെ ആത്മാവ് ഊതപ്പെട്ടു.
എല്ലാ പ്രവാചകന്മാരുടെയും അവകാശികളാക്കി തീർത്തു. അവരെ ആ വിധത്തിൽ വിശുദ്ധീകരിച്ചു. പിന്നീട് അവർ അള്ളാഹുവിന്റെ പ്രീതിയിൽ വിലയം പ്രാപിച്ചവരായി തീർന്നു. അള്ളാഹുവിനു വേണ്ടി അവർ വെള്ളം പോലെ തങ്ങളുടെ രക്തമൊഴുക്കി പരിപൂർണ അനുസരണത്തോടെ തങ്ങളെ പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. മറുഭാഗത്ത് അവിടുന്ന് അന്യൂനവും സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായ ദൈവിക ജ്ഞാനത്തിന്റെയും അതുല്യമായ അധ്യാപനങ്ങൾ നൽകിക്കൊണ്ട് നമ്മെപ്പോലുള്ള അവിടുത്തെ ഭക്ഷണത്തളികയിലെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരെ യഥാർത്ഥ ശ്രേഷ്ഠതയുടെ സ്ഥാനത്തെത്തിച്ചു. സ്വഭാവത്തിലും ഉന്നതരാക്കി തീർത്തു. അറിവിലും വിജ്ഞാനത്തിലും ഉന്നതരാക്കി തീർത്തു. അവിടുത്തെ മാർഗദർശനത്തിന്റെ ഫലമായി അള്ളാഹുവിലേക്ക് എത്തുന്നതിനുള്ള മാർഗം നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ആത്മീയതയിൽ ഉന്നതിയിലെത്തിച്ചു. നാം ആകാശത്തിന്റെ ഔന്നിത്യത്തിൽ എത്തിച്ചേർന്നു. ഇതിനു മുമ്പ് നാം ഭൂമിയിൽ ആണ്ടുപോയിരുന്നു. അള്ളാഹുവെ, പ്രതിഫലം നൽകുന്ന നാൾ വരെയും മനുഷ്യനുണ്ടാകുന്നിടത്തോളം കാലം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്വലാത്തും സലാമും വർഷിച്ചുകൊണ്ടിരിക്കണമേ. അതുപോലെ തന്നെ അവിടുത്തെ വിശുദ്ധ കുടുംബത്തിലും അവിടുത്തെ സഹാബാക്കളിലും അവർ അവിടുത്തെ സഹായികളും സഹായിക്കപ്പെട്ടവരുമായിരുന്നു. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ സംഘമാണ്. അവരുടെ ജീവനും അഭിമാനത്തിനും സമ്പത്തിനും സന്തതികൾക്കും മേൽ അള്ളാഹുവിന് പ്രാധാന്യം നൽകി റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഖാതമുൻ നുബുവത്തിന്റെ സ്ഥാനത്തിന്റെ അനുഗ്രഹങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു: നാം വിശ്വസിക്കുന്നു, നമ്മുടെ യജമാനൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിയും റസൂലുമാണ്. അവിടുത്തെ ദീൻ മറ്റെല്ലാ ദീനിനേക്കാളും ഉന്നതമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ ആണ് എന്ന് നാം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളാൽ ശിക്ഷണം ലഭിച്ച നബി മാത്രമേ വരികയുള്ളൂ. അവിടുത്തെ പ്രവചനമനുസരിച്ച് വരികയുള്ളൂ, അല്ലാതെ മറ്റൊരു നബിയും വരുന്നതല്ല. ഖത്തമുൻ നബീന്റെ ഉദ്ദേശം നുബുവത്തിന്റെ പൂർണ്ണത. നമ്മുടെ നബി അഫ്സലുൽ അംബിയ അഫ്സലുർ റുസുലിൽ അവസാനിച്ചു. നാം വിശ്വസിക്കുന്നു, അങ്ങേക്ക് ശേഷം ആ നബിക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ഉമ്മത്തിൽ നിന്നും അങ്ങയെ പരിപൂർണമായും പിന്തുടരുന്നവരിൽ നിന്നും ആരാണോ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രാപിച്ചത്, അവിടുത്തെ പ്രകാശം കൊണ്ട് പ്രകാശിതനായത്, അല്ലാതെ ഒരു നബിയും വരുന്നതല്ല. ഇതാണ് സത്യം. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യമാണ്. ജനങ്ങളെ അങ്ങയുടെ സൗന്ദര്യത്തിലും അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള അനുയായികളിലൂടെ വസ്ത്രത്തിലും പരിപൂർണ ആത്മാർത്ഥതയിലും സ്നേഹത്തിലും വിലയം പ്രാപിച്ചു കാണിച്ചു കൊടുപ്പിക്കുന്നു. ഇതിനെതിരിൽ സംസാരിക്കുന്നത് ജഹാലത്താണ്. മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനരഹിതനല്ല എന്നതിനുള്ള തെളിവാണ്. സത്യാന്വേഷികൾക്ക് ഇതിന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായ ഒരു പുരുഷന്റെയും പിതാവല്ല. എന്നാൽ അവിടുന്ന് ആത്മീയമായ നിലയിൽ പരിപൂർണത പ്രാപിച്ച വ്യക്തിക്ക് തന്റെ പ്രവാചകത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവാണ്. അവിടുന്ന് എല്ലാ പ്രവാചകന്മാരുടെയും ഖാത്തമും എല്ലാ സ്വീകാര്യരായിട്ടുള്ളവരുടെയും നേതാവുമാണ്. ആരുടെ പക്കലാണോ അവിടുത്തെ മുദ്രയുടെ അടയാളമുള്ളത്, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുന്നത്, അതല്ലാതെ മറ്റൊരാളും അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ എത്തപ്പെടുകയില്ല. ഒരു പ്രവൃത്തിയും ഒരാരാധനയും അവിടുത്തെ പ്രവാചകത്വത്തെ അംഗീകരിക്കാതെയും അവിടുത്തെ ദീനിലും മതത്തിലും ഉറച്ച നിലയിൽ നിലനിൽക്കാതെയും സ്വീകരിക്കപ്പെടുന്നതല്ല. ആരാണോ അങ്ങയെ ഉപേക്ഷിച്ചത്, തന്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും അവിടുത്തെ മുഴുവൻ സുന്നത്തുകളിലും പിന്തുടരാതിരുന്നത്, അയാൾ നശിച്ചുപോയി. അങ്ങേക്ക് ശേഷം ഒരു പുതിയ ശരീഅത്തും വരുന്നതല്ല. ഒരു കാര്യവും അവിടുത്തെ ഗ്രന്ഥത്തെയും കൽപ്പനകളെയും ദുർബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പരിശുദ്ധ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നതുണ്ടാവുകയില്ല. ഒരു മഴയും അവിടുത്തെ വർഷപാതം പോലെ ആയിരിക്കുകയില്ല. ഏതൊരാളാണോ വിശുദ്ധ ഖുർആന്റെ അനുധാവനത്തിൽ നിന്നും ഒരു കണിക പോലും പുറത്തുപോകുന്നത്, അയാൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി. ഒരാളും വിജയിക്കുകയും മോക്ഷാർഹനായി തീരുകയും ചെയ്യുകയില്ല. ഏതുവരെ നമ്മുടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ എല്ലാം അനുസരിക്കുന്നില്ലയോ? ആരാണോ അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നത്, അയാൾ നാശത്തിന്റെ പടുകുഴിയിൽ വീഴുന്നു.
ഏതൊരാൾക്കാണോ ഈ ഉമ്മത്തിലേതായിട്ടും ആ നുബുവത്ത് വാദത്തോടൊപ്പം ഈ വിശ്വാസമില്ലാത്തത്, അയാളുടെ ശിക്ഷണം സൃഷ്ടികുലോത്തമൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം മൂലമാണ് നടന്നത്. അവിടുത്തെ മാതൃകയെ പിൻപറ്റിയല്ലാതെ തനിക്കൊരു യാഥാർത്ഥ്യവുമില്ല. വിശുദ്ധ ഖുർആൻ ഖാത്തമുശ് ശരീഅത്താണ്. അത്തരത്തിലുള്ള വ്യക്തി നാശമടഞ്ഞവനും പക്കാ കാഫിറും ഫാജിറുമാണ്. ഏതൊരാളാണോ നുബുവത്ത് വാദിക്കുകയും ഈ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്നത്, അയാൾ അവിടുത്തെ ഉമ്മത്തിൽ നിന്നാണ്. അയാൾക്ക് ലഭിച്ചതെല്ലാം അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്നാണ് ലഭിച്ചത്. അയാൾ അവിടുത്തെ തോട്ടത്തിലെ ഒരു പഴവും അവിടുത്തെ മഴയിലെ ഒരു തുള്ളിയും അവിടുത്തെ പ്രകാശത്തിലെ ഒരു വെട്ടവും ആണ് എന്ന് വിശ്വസിക്കാത്തത്. അത്തരം വ്യക്തി ശബ്ദനാണ്. അത്തരം വ്യക്തികളിലും അയാളുടെ സഹായികളിലും അനുയായികളിലും എല്ലാവരിലും അള്ളാഹുവിന് ശാപമുണ്ട്. ഇപ്പോൾ ആകാശത്തിന്റെ കീഴിൽ നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടാതെ അദ്ദേഹത്തിന് അന്യരായി ഒരാളും നബിയായിട്ടില്ല. വിശുദ്ധ ഖുർആൻ കൂടാതെ നമുക്ക് ഒരു ഗ്രന്ഥവുമില്ല. ആരാണോ ഇതിനെ എതിർക്കുന്നത്, അയാൾ തന്നെ സ്വയം അഗ്നികുണ്ഡത്തിൽ എറിയുകയാണ്. പിന്നീട് അവിടുന്ന് ഇപ്പോൾ ഷഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്നതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യകുലത്തിന് ഭൂമി ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. ആദം സന്തതികൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാതെ ഒരു റസൂലോ ശുപാർശകനോ ഇല്ല. അതിനാൽ ഈ പ്രതാപശാലിയായ നബിയോട് നിങ്ങൾ ഹൃദയംഗമമായ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. മറ്റൊരാളിലും അവിടുത്തേക്കാൾ ശ്രേഷ്ഠത്വം കൽപ്പിക്കരുത്. ആകാശത്തിൽ നിങ്ങൾ മോക്ഷം പ്രാപിച്ചവരെന്ന് എഴുതപ്പെടുന്നതിനു വേണ്ടി. മോക്ഷം എന്നത് മരിച്ചതിനു ശേഷം വെളിവാകുന്ന എന്തോ ഒന്നല്ലെന്ന് ഓർത്തുകൊള്ളുവിൻ. മറിച്ച് യഥാർത്ഥത്തിലുള്ള മോക്ഷം ഈ ലോകത്ത് തന്നെ അതിന്റെ വെളിച്ചം കാട്ടുന്നതാകുന്നു. ആരാണ് മോക്ഷം പ്രാപിച്ചവൻ? ദൈവം സത്യമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടിജാലത്തിന്റെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും. അള്ളാഹു സത്യവാനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളുടെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും ആകാശത്തിനു കീഴിൽ അവിടുത്തെ പദവിയിലുള്ള മറ്റൊരു നബിയും ഇല്ലെന്നും ഖുർആന് കിടനിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ലെന്നും അള്ളാഹു ആരെയും ചിരഞ്ജീവിയേക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ഈ വരിഷ്ഠനായ നബി എല്ലായ്പ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. പൂർവികർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആത്മീയ ഭൂസ്വത്ത് മൂസാക്ക് ലഭിച്ചു. മൂസ അലൈഹിസ്ലാം തന്റെ സമുദായം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സ്വത്ത് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാപിച്ചു. ഇപ്പോൾ മുഹമ്മദീയ സമുദായം മൂസവി സമുദായത്തിന്റെ പ്രതിനിധിയാണ്. എന്നാൽ പ്രൗഢിയിൽ അത് ആയിരക്കണക്കിന് പടി മീതെയാണ്. മൂസായുടെ സദൃശ്യൻ മൂസയേക്കാൾ ഉന്നതനും ഇബ്നു മറിയമിന്റെ സദൃശ്യൻ ഇബ്നു മറിയനേക്കാൾ ഉന്നതനുമാണ്. ഈ ഏതാനും ഉദ്ധരണികൾ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢിയും സ്ഥാനത്തെയും കുറിച്ച് എഴുതിയ അനേകം ഉദ്ധരണികളിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ചും എഴുതിയ ഒരു നിധിശേഖരമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രയോജനം എടുക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ നാമധാരികളായ ധ്വജവാഹകർക്കും ബുദ്ധി നൽകുകയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ യഥാർത്ഥ പ്രേമിയുടെ വാക്കുകൾ കേൾക്കുവാനും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നവരായി തീരാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൂസ സാഹിബ് ദർവേഷ് കാദിയാന്റേതാണ്. മെയ് 10, 2015 95 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം അവസാന പ്രായം വരെ ഇറങ്ങി നടക്കുമായിരുന്നു. മരണത്തിന് 4 ദിവസം മുമ്പ് അഹമ്മദിയ കവലയിൽ ഒരു റോഡ് അപകടത്തിൽ വീണതുകൊണ്ട് ചെവിയുടെ ഭാഗത്ത് പരിക്ക് പറ്റി. അത് കാരണം 4 ദിവസം അമൃത്സർ ആശുപത്രിയിൽ കിടന്നു. അതിനുശേഷം നൂർ ഹോസ്പിറ്റലിൽ വഫാത്തായി. മർഹൂം മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 1ാം ഖിലാഫത്ത് കാലത്ത് ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. മർഹൂം ഷെയ്ഖുപുര ജില്ലയിലെ സയ്യദ്വാല ഗ്രാമവാസിയായിരുന്നു. 1946 സൈന്യത്തിലെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം കാദിയാനിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, താങ്കൾ എന്താണ് ജോലി ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, സൈന്യത്തിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം ജോലി ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, എനിക്ക് താങ്കളുടെ സേവനത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവസ്ഥ പാർട്ടീഷന്റേതായിരുന്നു. 1947 കാര്യമാണ്. 46 ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു, ഹിജ്റത്ത് ചെയ്ത് പാകിസ്ഥാനിൽ പോകരുത്, കാദിയാനിൽ തന്നെ താമസിക്കണം. അങ്ങനെ അദ്ദേഹം കാദിയാനിൽ തങ്ങി
അങ്ങനെ അദ്ദേഹം 313 കാദ്യാനിലെ ദർവേശുമാരിൽ ഉൾപ്പെട്ടു. ഇങ്ങനെ വലിയ സൗഭാഗ്യത്തോടെ ദർവേശി കാലഘട്ടം കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന് വർഷം മുഴുവൻ സദർ അഞ്ജുമന്റെ ഓഫീസിൽ, പ്രത്യേകിച്ച് ദാറുൽ മസീൽ സേവനത്തിനുള്ള ഭാഗ്യം ലഭിച്ചു. മർഹൂമിന് 2006 UK ജൽസ സാലാനയിൽ ദർവേശുമാരുടെ പ്രതിനിധിയായി പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആഗോള ബയ്യത്തിലും അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രാതിനിധ്യം വഹിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഏറ്റവും മുന്നിൽ അദ്ദേഹം ഇരുന്നിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 3 പെൺമക്കളെയും ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ലത്തീഫ് സാഹിബ് ജമാഅത്തിന്റെ സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വഫാത്ത് മെയ് 30, 2014 അവർ തന്റെ ഭർത്താവിനോടൊപ്പം ദർവേശി കാലഘട്ടം വളരെ സഹനത്തോടുകൂടി കഴിച്ചുകൂട്ടി. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. ഈ മഹാത്മാക്കളുടെ കാൽപ്പാടുകളിൽ ചരിക്കാൻ ഇവരുടെ മക്കൾക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട സാഹിബ്സാദ അമത്തുർ റഫീഖ് സാഹിബയുടേതാണ്. അവർ ഹസ്രത്ത് സയ്യദ് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകളായിരുന്നു. മെയ് 6, 2015 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യ വിവാഹത്തിൽ മക്കളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിവാഹം ബഹുമാനപ്പെട്ട അമത്തുൽ ലത്തീഫ് അഹമ്മദ് സാഹിബയെ 1917 നടന്നു. അതിൽ അദ്ദേഹത്തിന് അള്ളാഹു 7 പെൺമക്കളും 3 ആൺമക്കളും നൽകി. സാഹിബ്സാദി അമത്തുർ റഫീഖ് 8ാമത്തെ കുട്ടിയായിരുന്നു. വലിയ അറിവുള്ള വ്യക്തിത്വമായിരുന്നു, നിശബ്ദ പ്രകൃതമായിരുന്നു. അവരുടെ മകൻ അമീദുല്ല നുസ്രത് പാഷ സാഹിബ് ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അദ്ദേഹം എഴുതുന്നു, എന്റെ പിതാവ് ഇസ്സത്തുള്ള പാഷ സാഹിബ് 1953 അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. 1960 ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എന്റെ പിതാവിനോട് എന്റെ മാതാവിന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 അമ്മാവന്മാരുണ്ടായിരുന്നു. വലിയ അമ്മാവൻ വലിയ സൂഫിയായിരുന്നു. അതായത് ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഇദ്ദേഹം അമ്മാജാന്റെ സഹോദരനായിരുന്നു. ചെറിയ അമ്മാവൻ വലിയ പണ്ഡിതനായിരുന്നു. അതായത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബ്. മിയാൻ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, താങ്കൾക്കായി വലിയ അമ്മാവന്റെ മകൾ അമത്തുൽ ലത്തീഫ് സാഹിബയുടെ ബന്ധം നിർദ്ദേശിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, എന്റെ എല്ലാ ബന്ധുക്കളും അനഹമ്മദികളാണ്. ഞാൻ എങ്ങനെ വിവാഹം കഴിക്കാനാണ്, എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാനാണ്? അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ ബന്ധത്തെക്കുറിച്ച് പറയാം. അങ്ങനെ നവംബർ 5, 1961 അവരുടെ നിക്കാഹും അന്ന് തന്നെ കല്യാണവും നടന്നു. ഹസ്രത്ത് സയ്യദ മറിയം സിദ്ദീഖ സാഹിബ ഡോക്ടർ പാഷ സാഹിബിനോട് പറഞ്ഞു, താങ്കളുടെ ഉമ്മയുടെ വിവാഹം നടക്കുമ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗദ് രോഗിയായിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബാണ് ദുആ ചെയ്യിപ്പിച്ച് പ്രതിനിധിയായി പങ്കെടുത്തിരുന്നു. പിന്നീട് ഹസ്രത്ത് മുസ്ലിം മൗദിനെ കാണാനായി വന്നപ്പോൾ, കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്സത്തുള്ള പാഷ സാഹിബുമായിട്ടാണ് അവരുടെ വിവാഹം നടന്നിരുന്നത്. അവർക്ക് സന്ദേശം നൽകി. അതായത് ഹസ്രത്ത് മുസ്ലിം മൗദ് പറഞ്ഞു, താങ്കൾക്ക് എന്റെ മകളെയാണ് ഞാൻ നൽകുന്നത്. ഇവരുടെ മക്കൾ അമീദുല്ല നുസ്രത് പാഷ സാഹിബ് ഞാൻ പറഞ്ഞതുപോലെ വഖഫെ സിന്ദഗിയാണ്. ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിൽ ഡെന്റൽ സർജനാണ്. രണ്ടാമത്തെ മകൻ ഹിസ്ർ പാഷ ദുബൈയിലാണ്. ഒരു മകൾ ഫർസാന പാഷ ഡോക്ടർ ഗുലാം അഹമ്മദ് പാഷ സാഹിബ് വഖഫെ സിന്ദഗിയുടെ ഭാര്യയാണ്. ഫാറൂഖ് സാഹിബും റബോയിൽ കമ്പ്യൂട്ടർ സെക്ഷനിൽ ജോലി ചെയ്യുന്നു. അമത്തുർ റഫീഖ് സാഹിബക്ക് ഒരു ദീർഘകാലം നായിബ് സദർ ലജ്ന കറാച്ചിയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. കാൽമുട്ടുകളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അവർ എല്ലായിടത്തും എത്തുമായിരുന്നു. ഓഫീസ് ഉയർന്ന നിലയിലായിരുന്നു, എന്നിട്ടും അവിടെ പോകുമായിരുന്നു. അത് കാരണം അവർക്ക് ബുദ്ധിമുട്ട് വർദ്ധിച്ചു. എന്നിരുന്നാലും അവർ അവരുടെ ഉത്തരവാദിത്വം ഉപേക്ഷിച്ചില്ല. ദരിദ്രരെ അങ്ങേയറ്റം പരിഗണിച്ചിരുന്നു. ദരിദ്രരെ അസാധാരണമായ വിധം സഹായിച്ചിരുന്നു. അത് രഹസ്യമാക്കി വെച്ചിരുന്നു. ഖിലാഫത്തിനോടുള്ള വിശ്വാസബന്ധം ഇത്രത്തോളം ഉണ്ടായിരുന്നു. അതിനെതിരെ ഒരു കാര്യവും അവർ സഹിക്കുമായിരുന്നില്ല. 1974 ഉണ്ടായ അവസ്ഥയിൽ അതിനുശേഷം വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു. ഭക്ഷണ സമയത്ത് ആരൊരാൾ പറഞ്ഞു, അസംബ്ലിയിലെ നടപടികൾക്കിടയിൽ ഹുസൂറിന്, അതായത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന് ഇങ്ങനെയല്ല ഇങ്ങനെ പറയണമായിരുന്നു. അപ്പോൾ അവർ വിരൽ ചൂണ്ടിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മതി, ഇതിൽ കൂടുതൽ പറയാൻ പാടില്ല. ഉടനെ തന്നെ അവിടെ കാര്യം അവസാനിപ്പിച്ചു. ഖിലാഫത്തുമായി ആത്മാർത്ഥമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്.
അള്ളാഹുമായി പ്രത്യേക ബന്ധമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പറയുന്നു, എന്റെ പിതാവ് റിട്ടയർ ആയപ്പോൾ ചിലവിന് കേവലം പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവസ്ഥ കുറച്ച് പ്രയാസമുള്ളതായിരുന്നു. ഒരു ദിവസം മാതാവ് ഞാൻ ഉണ്ടായിരിക്കെ പറഞ്ഞു, അതായത് അബ്ദുർ റഫീഖ് സാഹിബ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അള്ളാഹു ഖൈറുർ റാസിഖീൻ എന്ന സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ ഭർത്താവിനെ വേൾഡ് ബാങ്കിൽ അഡ്വൈസറായി വെച്ചു. കൺസൾട്ടൻസിയുടെ ഫീസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വരുമാനം വർദ്ധിച്ചു. ഭൗതികതയുടെ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇവരുടെ മകൾ ഫർസാന പാഷ എഴുതിയിരിക്കുന്നു, എന്റെ ഉമ്മയുടെ സാധനങ്ങൾ ഒരുമിച്ചു കൂട്ടാൻ കേവലം 15 മിനിറ്റ് മാത്രമാണ് വേണ്ടി വന്നത്. അവരുടെ മറ്റൊരു ഗുണം ഇതായിരുന്നു, അവരുടെ മുഴുവൻ ഭർത്തൃഗ്രഹവും അനഹമ്മദികളായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് അവരെ ഉപദേശിച്ചിരുന്നു, അനഹമ്മദി ബന്ധുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നു, ഉമ്മ ഇത് നല്ലവണ്ണം പ്രാവർത്തികമാക്കി. മുഴുവൻ ജീവിതം പിതാവിനോടൊപ്പം അനഹമ്മദി ബന്ധുക്കൾക്ക് വിവിധ തരത്തിൽ കേവലം ബന്ധുക്കൾ ആയിരുന്നു എന്ന് മാത്രമല്ല, എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എതിർപ്പുണ്ടായിരുന്നിട്ടും അവരോട് നല്ല നിലയിൽ വർത്തിച്ചു. അവസാനം മരണസമയത്ത് അവരിൽ ചിലർ ഇത് അംഗീകരിച്ചു. ഇവരെ പോലെ ഞങ്ങളോട് സഹാനുഭൂതിയുള്ളവരും ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അള്ളാഹു മർഹൂമയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും നന്മയിൽ നിലനിൽക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.